നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലം തല അവലോകന യോഗം ചേർന്നു. ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി നടത്തി. ആലത്തൂർ ALP സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി പദ്ധതി ആരംഭിച്ചു. മറ്റത്തൂർ ചുങ്കാലിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ മ്യൂസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 ഛായാഗ്രഹണ കലാകാരികളുടെ ഫോട്ടോ പ്രദർശനം സംഗമത്തിന് തുടക്കമായി. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആളൂർ സെന്റ് ജോസഫ് ഇടവക റാലി നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് മണ്ഡലം തല യോഗം ചേർന്നു. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തികളെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ അവലോകന യോഗം KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. നിർമ്മാണം പൂർത്തീകരിച്ച നന്ദിക്കര മാപ്രാണം, ആനന്ദപുരം നെല്ലായി, കച്ചേരിക്കടവ് പാലം അപ്രോച്ച്, വരന്തരപ്പള്ളി നന്ദിപുരം റോഡുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായതായും വരന്തരപ്പള്ളി നന്ദിപുരം റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓഗസ്റ്റ് 7-ന് നിർവഹിക്കുമെന്നും KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ വീതം ചിലവിൽ നവീകരിച്ച രണ്ടാംകല്ല് വേലുപ്പാടം SC നഗർ റോഡിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 8-ാം തീയതി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി OR കേളു നിർവഹിക്കുമെന്ന് MLA അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ച വല്ലച്ചിറ GUPS സ്കൂൾ കെട്ടിട നിർമ്മാണം ഓഗസ്റ്റ് 5-ന് നിർവഹിക്കും. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി യോഗം വിലയിരുത്തി. 100-ലധികം പൈലിംഗുകൾ ഇതിനോടകം പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂൾ, അവിട്ടപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനും തൃക്കൂർ GLPS, മുപ്ലിയം GHSS, കോടാലി GLPS സ്കൂളുകളുടെ വിവിധ നവീകരണ പ്രവൃത്തികൾക്കും നടപടി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. ഇതിനായുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി സമർപ്പിക്കാൻ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് നിർദ്ദേശിച്ചു. പുതുക്കാട് മുപ്ലിയം കോടാലി റോഡിന് 74 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിക്കുന്നതിനായി കിഫ്ബി ബോർഡിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്ന് KRFB ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. മണ്ഡലത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി കാലതാമസം കൂടാതെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി VB, കലാപ്രിയ സുരേഷ്, നോഡൽ ഓഫീസർ ബിന്ദു പരമേഷ്, LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത, പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ചെങ്ങഴിശ്ശേരി ഇല്ലം പുരുഷോത്തമൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോ ജെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ്, ജോയിന്റ് സെക്രട്ടറി ബാബു കവുങ്ങാംപിള്ളി, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ, വൈസ് പ്രസിഡന്റ് സതീദേവി, ജോയിന്റ് സെക്രട്ടറി രമണി എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആലത്തൂർ ALP സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി ആരംഭിച്ചു. PTA പ്രസിഡന്റ് ജയരാജ് KJ ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാം വൃക്ഷവൽക്കരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന തൈകൾ പരസ്പരം കൈമാറി. പരിപാടിക്ക് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് PM ജിൻസ, അധ്യാപകരായ CG അനൂപ്, ഹൃദിക് KT, ഗോവിന്ദ് MM, രശ്മി NS, കൃഷ്ണപ്രിയ TR, MPTA പ്രസിഡന്റ് പ്രിൻസി പൌലോസ് എന്നിവർ നേതൃത്വം നൽകി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി.
മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാചരണത്തിന്റെ ഭാഗമായാണ് +2 വിദ്യാർത്ഥികൾക്കു വേണ്ടി കരിയർ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. റിട്ടയേർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ PS ബിജി, കരിയർ ഗൈഡൻസ് ട്രെയിനർ ലിമ പോൾ എന്നിവർ നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിത്തൂട്ടൽ സംഘടിപ്പിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് വാഴച്ചാൽ വനം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പുനർജനിക്കാം പുതിയൊരു ഭൂമിയിൽ വിത്തൂട്ട് സംഘടിപ്പിച്ചത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ DFO IS സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വാഴച്ചാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R രാജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് K, പന്തല്ലൂർ ജനതാ UP സ്കൂൾ പ്രധാന അധ്യാപിക NS അനില, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സാജി M ജോസഫ് എന്നിവർ സംസാരിച്ചു. കൂടപ്പുഴ നിത്യസഹായ മാതാ പള്ളിയിൽ ടോയ്സ് റീകളക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂടപ്പുഴ നിത്യസഹായ മാതാ ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ടോയ്സ് റീകളക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. വികാരി ഫാദർ ജോസ് വെതമറ്റിൽ ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാന അധ്യാപകൻ റേസൺ ആലുക്ക അധ്യക്ഷനായിരുന്നു. മതബോധന വിദ്യാർത്ഥികൾ ശേഖരിച്ച ഉപയോഗപ്രദമായ കളിപ്പാട്ടങ്ങൾ ഇടവകയിലെ നാനാജാതി മതസ്ഥരായ കുട്ടികൾക്ക് വിതരണം ചെയ്തു. സെക്രട്ടറി അനീറ്റ ജോസ്, കൈക്കാരന്മാരായ ജോബി ചെതലൻ, ബിജു കരിമാലിക്കൽ, അലക്സ് മുള്ളങ്കര, PTA പ്രസിഡന്റ് തോംസൺ ചെതലൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ലാലിച്ചൻ കാരിക്കൂട്ടത്തിൽ, മതബോധന അസിസ്റ്റന്റ് HM ബേബി തോമസ്, ബേബി ദാവീദ്, ജോസഫ് മൂലൻ, ജസീന്ത ഫ്രാൻസിസ്, സിസ്റ്റർ റോസി, സ്കൂൾ ലീഡേഴ്സ് തോമസ് ജോബി, നോറ, റേസൺ എന്നിവർ സംസാരിച്ചു. കുന്നിമണി എന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിക്കോപ്പ് വിതരണം ചെയ്തത്. അപ്പോൾ എല്ലാത്തിനും സഹകരിച്ച എല്ലാവർക്കും ഉടനെ കിട്ടാൻ വേണ്ടി തയ്യാറായി. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ ആളൂർ സെന്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളൂർ സെന്റ് ജോസഫ് ഇടവക പ്രതിഷേധ റാലി നടത്തിയത്. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി ആളൂർ സെന്ററിലെത്തി തിരികെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരൻപിലാവ്, സിസ്റ്റർ മരിയ ആന്റണി, സണ്ണി കണ്ണങ്കുന്നി, ഡേവിസ് അരിക്കാട്ട്, KS ബാബു, ആശിഷ് പെരേപ്പാടൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. മറ്റത്തൂർ ചുങ്കാലിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ മ്യൂസിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോകളുടെ പ്രദർശനം സംഗമത്തിന് തുടക്കം. മറ്റത്തൂർ ചുങ്കാലിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ മ്യൂസിന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 ഛായാഗ്രഹണ കലാകാരികളുടെ ഫോട്ടോ പ്രദർശനം സംഗമത്തിന് തുടക്കമായത്. തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി. സീമ സുരേഷ്, ഡോക്ടർ PS ഉണ്ണികൃഷ്ണൻ, നന്ദകുമാർ മൂടാടി എന്നിവർ സംസാരിച്ചു. സമാനതകളില്ലാത്ത ഛായാഗ്രഹണ വീക്ഷണങ്ങളാണ് ഈ ചിത്ര പ്രദർശനത്തിന്റെ കാതൽ. വനിതകൾ മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിലും ഈ സംഗമം ലിംഗവ്യത്യാസങ്ങൾ മറികടക്കുന്നതാണ്. സ്വന്തം വ്യക്തിഗതയും സ്വത്വവും ഉൾക്കൊള്ളുന്ന 38 ഛായാചിത്രങ്ങളാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിലുള്ളത്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള വനിതകളുടെ ഛായാഗ്രഹണ വൈദഗ്ധ്യത്തിന് പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം ലിംഗ സാമൂഹ്യ സമത്വ സന്ദേശവും ഈ ഛായാഗ്രഹണ സംഗമം ഉൾക്കൊള്ളുന്നു. അബ്ജശ്രീ, KS അനിത, ചൈത്ര അർജുൻപുരി, CR ഡാന, ഡോക്ടർ ജിസി ജയകുമാർ, ഡോക്ടർ മീര ശ്രീകുമാർ, ഫെറോസ് ബീഗം, ജീജ, ലക്ഷ്മി അശോക് കുമാർ, മിനി ആന്റോ, മൃദുല മുരളി, SK നന്ദിനി, നിഫിബ സുനീർ, KV റോഷ്നി, സീജ സാദത്ത്, സീമ സുരേഷ്, സ്നേഹ ബിനിൽ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഓഗസ്റ്റ് 31 വരെ ഉണ്ടായിരിക്കും. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പാർലമെന്ററി ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ലീഡർ ബാഡ്ജ് നൽകുന്ന ഇൻവെസ്റ്റിച്ചർ സെറിമണിയും സ്പാർക്ക് 25 ശാസ്ത്രമേളയും നടന്നു. ആന്റി നാർക്കോട്ടിക് സെൽ റിട്ടയേർഡ് SI NG സുബ്രതകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, വിവിധ ഹൌസുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കുട്ടികൾക്കും മുഖ്യാതിഥികൾ ബാഡ്ജ് നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സഞ്ജയ് K നായർ, വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, PTA വൈസ് പ്രസിഡന്റ് AR സുധീഷ്, അധ്യാപകരായ AA അനൂജ, KR സീന, അനുശ്രീ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. പക്ഷേ 700ാമത്തെ ക്ലാസ് ആയിരിക്കാം. ആദ്യമായിട്ടാണ് നമസ്കാരം പറഞ്ഞിട്ട് തിരിച്ചൊരു നമസ്തേ കിട്ടുന്നത്. വളരെ സന്തോഷം, വളരെ
അച്ചടക്കമുള്ള, ഞാൻ മുമ്പും LKG ഇങ്ങനത്തെ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ട്, പക്ഷെ ഇവിടെ പഠിക്കുന്നവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പേരൻസിനും കുട്ടികൾക്കും വലിയൊരു ഭാഗ്യമായിട്ട്. Coming from the hole, octopus, the lot of hands around him, above him, to kill or to destroy. At that time, the department. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലം തല അവലോകന യോഗം ചേർന്നു. മറ്റത്തൂർ കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി നടത്തി. ആലത്തൂർ ALP സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി പദ്ധതി ആരംഭിച്ചു. മറ്റത്തൂർ ചുങ്കാലിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ മ്യൂസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 ഛായാഗ്രഹണ കലാകാരികളുടെ ഫോട്ടോ പ്രദർശനം സംഗമത്തിന് തുടക്കമായി. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആളൂർ സെന്റ് ജോസഫ് ഇടവക റാലി നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.